എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ടല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ച ഒരാഴ്ച കഴിഞ്ഞു പറ്റാറില്ല അപ്പം അങ്ങോട്ട് ഇടാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് വന്നത്, കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. ഇപ്പോൾ തിരുമ്പണം. മോളിപ്പോൾ കോളേജിട്ട് എത്തിയിട്ടുള്ളൂ. പിന്നെ പാലിന് പോകണം. പാലിന് പോയി വന്നിട്ട് വേണമെങ്കിൽ ചോറ് വയ്ക്കൊക്കെ വേണം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പാലിന് പോണത്. പശുക്കളൊക്കെ ഉണ്ട് അവിടെ കുറേ. അപ്പോൾ ഞാൻ പാലിന് പോട്ടെ, എന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് ചുക്കുവെള്ളം വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ പാലിന് പോയിട്ട് പോയിട്ട് വരാം കേട്ടോ. പാലിന് പോയിട്ടേ പാല് കിട്ടിയിട്ടില്ല. അവർ നിലമ്പൂർ പോയിട്ടേ നിലമ്പൂർ ഒരു മിൽമയുടെ ഒരു മീറ്റിംഗ് എന്തോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ വരാൻ വൈകിട്ട് ഇപ്പോൾ കറക്കണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോകുന്നതിന് കുറേ പണികളുണ്ട്. അപ്പോൾ ചോറ് രാവിലെ നേരത്തെ വെക്കുകയാണെങ്കിൽ കുറച്ചേ വയ്ക്കാറുള്ളൂ, വൈകിട്ട് പിന്നെ എന്തായാലും വയ്ക്കണം. അപ്പോൾ ചോറിനുള്ള വെള്ളമാട്ടോ. പിന്നെ ഇതാകുമ്പോഴേക്കും ചുക്കുവെള്ളമാണ്. കറി പിന്നെ ഗ്യാസൊന്ന് വെക്കും കേട്ടോ. അപ്പോൾ ചോറിനായിരിക്കട്ടെ. തുണികളൊക്കെ ഇന്നലെ തിരുമ്പിയിട്ടതാ. ഇപ്പം മഞ്ഞ് പറഞ്ഞ് രാവിലെ ഉണങ്ങില്ല, ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. നമ്മുടെ തക്കാളി കണ്ടോ, ഒരു വള്ളി തക്കാളി പോലല്ലേ ഇത്, നല്ല പടർന്നിട്ട് അതുണ്ടാണ്. എൻ്റെ കായുണ്ട്. കുറേ വൈകി മേലെ കുഴിച്ചിട്ടത് വേഗം കായ്ച്ചായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കണം. അതാ ഇതൊക്കെ വൈകുന്നേരം മടക്കി വയ്ക്കുക. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാം. തിരുമ്പാളുണ്ടായത് സോപ്പിട്ടില്ല. രാജേട്ടൻ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ തിരുമ്പാം. അപ്പോഴേക്കും മുറ്റടിച്ച് അവരൊക്കെ ചെയ്യട്ടെ കേട്ടോ. അയ്യോ, മുറ്റേ ഇന്നലെ ഞായറാഴ്ച തേച്ചിലാണ് ചാണകം കൊണ്ടുവന്നിട്ട്. പിന്നല്ലേ എൻ്റെ കോഴികളുടെ പരിപാടി അതൊക്കെ ഇവിടെ കണ്ടില്ലേ. ഞാൻ അടിച്ചൊരിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതാ അവസ്ഥ. അടിച്ചാൽ അതിൽ ഞാൻ ഇപ്പം കൂടെ വേഗം അടിച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നു. 5 മണിയൊക്കെ ആവാറായിരുന്നു. അപ്പോൾ രാജേട്ടൻ പണി മാറ്റി വരാറായിരുന്നു. അപ്പു സ്കൂളിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. നടന്നായിരുന്നു വരുമ്പോഴേക്കും 5:30 ആവും. ചോറായിട്ട് ഇപ്പം നമുക്കേ നോമ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ തേർപ്പൂജ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തറവാട്ടിലെ അമ്പലത്തിൽ പോയിട്ടിട്ട് 2 മാസം 8-ാം തീയതിയാണ് തേർപ്പൂജ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ഇറച്ചി മീനൊന്നും വെക്കാനൊന്നും പറ്റില്ല. ഇനി മുരിങ്ങ എന്തെങ്കിലും കറി വയ്ക്കണം. കുറച്ച് വിറകുണ്ട് കേട്ടോ. അത് ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ പോയി കൊണ്ടുവന്ന കേട്ടോ നമുക്ക്. അപ്പോൾ അതൊന്ന് വെട്ടിപ്പൊളിക്കാനുണ്ട്. ഞാനേ ഓരോ കൊള്ളി വെട്ടിപ്പൊളിക്കാറുള്ളൂ, ഒരുമിച്ചാകുമ്പോൾ വയ്ക്കില്ല. അപ്പോൾ ഇന്നലെ ഇത്രയും പൊളിച്ച് വെച്ചു. ഓരോ കൊള്ളിനെല്ലാം കത്തും ചെയ്യും, റബ്ബറല്ലേ. അപ്പോൾ ഇതൊക്കെ നാളെ പോയിട്ട് കൊണ്ടുവന്ന കേട്ടോ. നമുക്ക് ഏറ്റാനൊക്കെ വയ്ക്കണമെങ്കിൽ ഒരുപാട് കൊണ്ടുവരാറുള്ളത്. റബ്ബറിൻ്റെ ഞാൻ വെട്ടെ ഇതുണ്ടോ വെട്ടുമ്പോഴേക്ക് എത്ര ആൾക്കാരെ വന്നെന്ന് അങ്ങനെ പറയാം. എല്ലാവരും വന്നിട്ട് ചെതലും വെച്ചിട്ട് തന്നെയാണ്. മാറ്റി വന്നു കേട്ടോ. സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ പറഞ്ഞാൽ ഉണ്ടാവും ചൂളപ്പിട്ടോ. നല്ല ചൂടുള്ള
പൂളത്തിട്ടാണ്. നമ്മളിവിടെ അങ്ങാടിയിൽ അപ്പയ്ക്കെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വിശേഷമൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ മെയിനായിട്ട് വിളപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വിശേഷം ഇത്രയും.